Hi and welcome to the new video. So, ഈ വീഡിയോയിൽ നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറമാണ് പറയാൻ പോകുന്നത് പാർസിവൽ തിയറം. സോ പാർസിവൽ തിയറം ഓൾറെഡി നമ്മൾ ഫോറിയർ സീരീസിന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിലേറ്റഡ് ടു പവർ ആവറേജ് പവറിനായിട്ടുള്ള റിലേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആൾ അല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ടുള്ള ആളുടെ പേരിലാണ് മാർക്ക് എ പാർസിവൽ, ആളുടെ പേരിലാണ് തിയറം അറിയപ്പെടുന്നത്. അപ്പോൾ അത് പറഞ്ഞത് നമ്മൾ ഫോറിയർ സീരീസിന്റെ കേസിൽ, ഇത് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ കേസിലാണ്. ഫോറിയർ ട്രാൻസ്ഫോമിന്റെ കേസിൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു എനർജി ആൻഡ് എനർജി ഡെൻസിറ്റി സ്പെക്ട്രം. അപ്പോൾ അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ if Fourier transform of x of t is x of j omega, then the energy of the signal x of t is given by E is equal to the general expression, that is integral minus infinity to infinity mod x of t square dt can be obtained by using the relation 1 by 2 pi integral over minus infinity to infinity mod x of j omega square d omega. അതായത് ഒരു സിഗ്നലിന്റെ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞ സിഗ്നലിന്റെ ആവറേജ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം അറിഞ്ഞാൽ മതി. ഫൊറിയർ ട്രാൻസ്ഫോം അറിയാമെങ്കിൽ ഈ റിലേഷൻ വെച്ചിട്ട് നമുക്ക് അതിന്റെ എനർജി കണ്ടുപിടിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ റിലേഷൻ പാർസിവൽ തിയറം യൂസ് ചെയ്തിട്ട് എനർജി നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് പറയുന്നത് ഫൊറിയർ ട്രാൻസ്ഫോം അറിയാമെങ്കിൽ. അപ്പോൾ അതിന്റെ പ്രൂഫാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമുക്ക് എന്താ പറയുക, ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ട് അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ബേസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വി ഹാവ് എക്സ് ഓഫ് ടി എങ്ങനെ വരുന്നത്, എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു, കാരണം നമുക്ക് ഈ പ്രൂവ് ചെയ്യണതിൽ കാണാണ്ട് ഒരു 1/2π ഉണ്ട്. അപ്പോൾ എന്തായാലും ഇൻവേഴ്സിൻ്റെ അത് വേണ്ടി വരുമല്ലോ. സോ ഇതറിയാം നമുക്ക് 1/2π ഇൻറ്റഗ്രൽ ഓവർ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ജെ ഒമേഗ ഇ റേസ് ടു ജെ ഒമേഗ ടി ഡി ഒമേഗ. ഇതാണെങ്കിൽ ഇതിന്റെ കോൺജുഗേറ്റിന്റെയും കൂടി നമുക്കിവിടെ ആവശ്യം വരും. കാരണം നമുക്ക് മോഡ് എക്സ് ഓഫ് ടി സ്ക്വയർ, അതൊരു റിലേഷൻ ആണ് ഇതിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു റിലേഷൻ. അത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. മോഡ് എക്സ് ഓഫ് ടി സ്ക്വയർ ഏതൊരു സിഗ്നലിന്റെയും മോഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതെന്താണ്, എക്സ് ഓഫ് ടി ഇൻറ്റു മൾട്ടിപ്ലൈ ബൈ എക്സ് സ്റ്റാർ ഓഫ് ടി, അതിന്റെ കൺവല്യൂഷൻ വെച്ച് മൾട്ടിപ്ലൈ. അത് പറഞ്ഞാൽ എ പ്ലസ് ബി മറ്റേത് എ പ്ലസ് ജെ ബി മറ്റേത് എ മൈനസ് ജെ ബി ആണെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് എടുത്താൽ കിട്ടാൻ പോകുന്നത് നമുക്ക് എന്തായാലും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണല്ലോ. സ്ക്വയർ റൂട്ട് ഓഫ് അതായത് മോഡ് എക്സ് ഓഫ് ടി സ്ക്വയർ എന്ന് എഴുതിയില്ല. അപ്പോൾ ആ ഒരു റിലേഷൻ കൂടി ഉപയോഗിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ് സ്റ്റാർ ഓഫ് ടിയും കൂടി ഇവിടെ എഴുതിയേക്കാം. ഈക്വൽ ടു എന്ത് വരും, 1/2π ഇൻറ്റഗ്രൽ ഓവർ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ജെ ഒമേഗയ്ക്ക് പകരം ഇവിടെ എന്ത് എഴുതേണ്ടി വരും, എക്സ് സ്റ്റാർ ഓഫ് ജെ ഒമേഗ എന്ന് വരും. പവർ ജെ മാറിയിട്ട് മൈനസ് ജെ ആവണം, കാരണം കോൺജുഗേറ്റ് ഇല്ല. പി റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ഒമേഗ. അപ്പോൾ ഈ റിലേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക റിലേഷനിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എനർജിയുടെ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യാം. വി ഹാവ് എനർജി ഈസ് ഈക്വൽ ടു വാട്ട്, ഇൻറ്റഗ്രൽ ഓവർ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എക്സ് ഓഫ് ടി സ്ക്വയർ ഡി ടി അല്ലേ. ഇത് ഈക്വൽ ടു ആണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം, ഇൻറ്റഗ്രൽ ഓവർ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എക്സ് ഓഫ് ടി സ്ക്വയറിന് പകരം ഞാൻ എന്ത് എഴുതി, എക്സ് ഓഫ് ടി മൾട്ടിപ്ലൈഡ് ബൈ എക്സ് സ്റ്റാർ ഓഫ് ടി ഡി ടി എന്ന് എഴുതാമല്ലോ. അത് എഴുതാം. ഇനി ഇതിൽ ഞാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ചെയ്യുന്നത്. ഏതിന് പകരമാണ്, ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഒന്നും ചെയ്യുന്നില്ല, അതേപോലെ എഴുതി എക്സ് സ്റ്റാർ ഓഫ് ടിക്ക് വരെ ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് 1/2π ഇൻറ്റഗ്രൽ ഓവർ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് സ്റ്റാർ ഓഫ് ജെ ഒമേഗ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ഒമേഗ, പിന്നെ ഇവിടുത്തെ ഒരു ഡി ടി. ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് പ്രൂഫിലേക്ക് ഒന്ന് ആലോചിച്ച് പോകണം. കുറച്ച് സാധനങ്ങൾ ഇവിടെ ആവശ്യത്തിലാണ്. എക്സ് സ്റ്റാർ ഓഫ് ജെ ഒമേഗ, അപ്പൊ അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതിൽ റൈറ്റ് സൈഡിൽ വരുന്ന എന്താണ്, മോഡ് എക്സ് ഓഫ് ജെ ഒമേഗ സ്ക്വയർ ആണ് വരാൻ പോകുന്നത്. അപ്പോൾ മോഡ് എക്സ് ഓഫ് ജെ ഒമേഗ സ്ക്വയർ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാവുന്നതാണ്. ഏതാ, മോഡ് എക്സ് ഓഫ് ജെ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഓഫ് ജെ ഒമേഗ ഇൻറ്റു എക്സ് സ്റ്റാർ ഓഫ് ജെ ഒമേഗ, ആ രീതിക്ക് വേണം വരാൻ എന്നുള്ളത് ആലോചിക്കുക. അപ്പോൾ എക്സ് സ്റ്റാർ ഓഫ് ജെ ഒമേഗ ഉണ്ടെങ്കിൽ അതിന് തൽക്കാലം ഒന്ന് ചെയ്യാൻ മാറ്റി വയ്ക്കുക. ഇപ്പോഴത്തെ നമുക്കൊരു എക്സ് സ്റ്റാർ ഓഫ് ജെ ഒമേഗ കിട്ടിയല്ലോ, അതിനെ മാറ്റി വയ്ക്കുക. അതേപോലെ പ്രൂഫിൽ ഒരു 1/2π ഉണ്ട്, അതിനും വേണമെങ്കിൽ നമുക്ക് പുറത്തേക്ക് മാറ്റി വയ്ക്കാം. പിന്നെന്താ, ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി അത് നിർത്താം, ഡി ഒമേഗ അതും മാറ്റി പുറത്ത് വയ്ക്കാം. ബാക്കിയുള്ളത് മാത്രം ഉള്ളിൽ വയ്ക്കുക. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, ഇതിനെ എങ്ങനെ എഴുതാം, 1/2π ഞാൻ പുറത്തേക്ക് എടുത്തു. പിന്നെ ഏതാ, ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി അതുകൊണ്ട് എടുത്തു. എക്സ് സ്റ്റാർ ഓഫ് ജെ ഒമേഗ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു, എക്സ് സ്റ്റാർ ഓഫ് ജെ ഒമേഗ മാറ്റി. ബാക്കി അവിടെ ഉള്ളതൊന്ന് എഴുതാൻ നോക്കുക. ബാക്കിയുള്ള എന്താ, ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി
ഡി ടി, ഡി ഒമേഗ മാറ്റി പുറത്തേക്ക് എഴുതി ഡി ഒമേഗ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ നിൽക്കുന്ന ഒരു ടേം ഇപ്പം എന്താണ്, എന്തിൻ്റെ ഇക്വേഷനാണ്, നമ്മളുടെ എന്തിൻ്റെ ഇക്വേഷനാ, എക്സ് ഓഫ് ജെ ഒമേഗയുടെ ഇക്വേഷൻ ആണല്ലേ, ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ ഇക്വേഷൻ ആണ്. അപ്പോൾ അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സോ 1/2π ഇൻ്റഗ്രൽ ഓവർ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് സ്റ്റാർ ഓഫ് ജെ ഒമേഗ ഇൻറ്റു എന്ത് വരും, എക്സ് ഓഫ് ജെ ഒമേഗ ഡി ഒമേഗ. അപ്പോൾ കാര്യത്തിലേക്ക് എത്തി, ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, ഈക്വൽ ടു 1/2π ഇൻ്റഗ്രൽ ഓവർ മൈനസ് പൈ ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇതെന്ത് വരും, മോഡ് എക്സ് ഓഫ് ജെ ഒമേഗ സ്ക്വയർ ഡി ഒമേഗ. അപ്പം നമ്മളുടെ പ്രൂഫിലേക്ക് എത്തി, അതായത് എനർജി ഈക്വൽ ടു റിലേഷൻ നമുക്ക് കിട്ടി അല്ലേ. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റി. ഇതിലെ ഈ എന്തിനാ മോഡ് എക്സ് ഓഫ് ജെ ഒമേഗ സ്ക്വയർ എന്നുള്ള ടേമിനെ നമ്മൾ ജനറലായിട്ട് പറയുന്നതാണ് എനർജി ഡെൻസിറ്റി സ്പെക്ട്രം എന്നാണ് പറയുക. എനർജി ഡെൻസിറ്റി എന്ന് പറയാം. അപ്പം അതിൻ്റെ പ്ലോട്ടിനെ എനർജി ഡെൻസിറ്റി സ്പെക്ട്രം എന്ന് പറയും. വേഴ്സസ് ഒമേഗ പ്ലോട്ട് ചെയ്യുമ്പോൾ ഓഫ് സിഗ്നൽ എക്സ് ഓഫ് ടി എന്നുള്ള സിഗ്നലിൻ്റെ. ഓക്കെ, ഇപ്പം എത്രയാണ് ഇതിൽ നിന്ന് വരുന്നത്, അതായത് നമുക്കൊരു സിഗ്നലിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം അറിയാമെങ്കിൽ എനർജി കാണാൻ ഈ ഇക്വേഷൻ്റെ ആവശ്യം വരുന്നില്ല എന്ന്. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എക്സ് ഓഫ് ടി സ്ക്വയർ ഡി ടിക്ക് പകരം 1/2π ഇൻ്റഗ്രൽ ഓവർ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എക്സ് ഓഫ് ജെ ഒമേഗ സ്ക്വയർ ഡി ഒമേഗ വെച്ചിട്ടും കണ്ടുപിടിക്കാം. ഓക്കെ.